മറയില്ലാതെ പ്രഖ്യാപിക്കുന്നു RSSും BJPയും കേന്ദ്ര സർക്കാരും. എന്നാൽ കോൺഗ്രസിൻ്റെ സ്ഥിതിയോ സർ? നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള ഒരു പ്രസ്ഥാനം, ജവഹർലാൽ നെഹ്റുവിൻ്റെ പൈതൃകം അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനം, കേരളത്തിൽ 8 തവണ അധികാരത്തിലിരുന്ന ഒരു പാർട്ടി, അതിൽ 5 തവണ കാലാവധി പൂർത്തിയാക്കിയ ഒരു പാർട്ടി, ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി, ദീർഘകാലം പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു പാർട്ടി, അവർക്ക് കേരളത്തിലെ 3,60,00,000-ലധികം വരുന്ന മലയാളികളോട് ഒരു കടപ്പാടുണ്ടാവേണ്ടേ? കേരളത്തെ വരിഞ്ഞു മുറുക്കാൻ, ഉപരോധം ഏർപ്പെടുത്തി നിശ്ചലമാക്കാൻ RSSും BJPയും ശ്രമിക്കുമ്പോൾ അപകടകരമായ നിശബ്ദത മാത്രമല്ല, പലപ്പോഴും അവരോടൊപ്പം ചേർന്ന് ഇടതുപക്ഷത്തെ വേട്ടയാടാൻ ശ്രമിക്കുന്ന കോൺഗ്രസിനോട് കാലം മാപ്പ് നൽകാൻ പോകുന്നില്ല. കേരളത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റമുണ്ട് സർ. എല്ലാ ഉപരോധങ്ങളുടെ കെട്ടുപാടുകളെയും കീറിമുറിച്ച് മുന്നോട്ട് പോകാനുള്ള ഇച്ഛാശക്തിയാണ് പിണറായി സർക്കാരിൻ്റെ മുഖമുദ്ര. സാമ്പത്തിക ഉപരോധം വഴി വീർപ്പുമുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ കേരളം രക്ഷപ്പെടാൻ സ്വീകരിക്കുന്ന മാർഗങ്ങളുടെ 100 ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കഴിഞ്ഞ ബഡ്ജറ്റിലാണ് ധനകാര്യമന്ത്രി പ്രഖ്യാപിച്ചത്, കുടിശ്ശിക കാരണം സ്വസ്ഥത നഷ്ടപ്പെട്ട വ്യാപാരി സമൂഹം, അവരുടെ മുന്നിൽ ഒരു ആശ്വാസം പോലെയാണ് ആംനസ്റ്റി പ്രഖ്യാപിച്ചത്. കുടിശ്ശിക നിവാരണത്തിന്, വ്യവഹാരക്കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പദ്ധതി, അതിൻ്റെ ഫലം കണ്ടു തുടങ്ങി. നമ്മുടെ നികുതി വരുമാനത്തിൽ വർധനവുണ്ടായി. വ്യാപാര മേഖലയിൽ അതിൻ്റെ ആരോഗ്യാവസ്ഥയിൽ മെച്ചപ്പെടൽ നമുക്ക് പ്രകടമാണ്. കേരളം യൂണിക് തണ്ടപ്പേർ സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമായി സർ. ഇതിനകം 30,000-ഓളം തണ്ടപ്പേർ ഉടമകൾ യൂണിക് തണ്ടപ്പേർ സംവിധാനത്തിലേക്ക് മാറിയിട്ടുണ്ട്. കേരളത്തിലെ റവന്യൂ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഇവിടെ എല്ലാവരും പറഞ്ഞതാണ്. എത്രയോ തലമുറകൾ പിറന്നു വീണ് ജനിച്ച് വളർന്ന മണ്ണ്, ആ മണ്ണിൽ അവർക്ക് ഉടമസ്ഥാവകാശമില്ല. അങ്ങനെയുള്ള 1,80,887 പേർക്കാണ് പട്ടയങ്ങൾ കിട്ടിയിരിക്കുന്നത്. ജനിച്ച മണ്ണിൽ ഉടമസ്ഥാവകാശ രേഖ കയ്യിൽ പിടിച്ച് കണ്ണീരൊഴുക്കിയവരുടെ മനസ്സ്, അതാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം. അതോടൊപ്പം ഇന്നിപ്പോൾ കേരളത്തിലെ പൊതുമരാമത്ത് മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു മാറ്റമുണ്ട് സർ. നമ്മുടെ നിരത്തുകളിൽ തലനിവർത്തി നിൽക്കുന്ന പച്ച ബോർഡുകളുണ്ട്. ആ പച്ച ബോർഡുകളിൽ എഴുതി വച്ചിട്ടുണ്ട്, ജനങ്ങൾ കാഴ്ചക്കാരല്ല എന്ന്. കരാറുകാരൻ്റെ പേര്, നമ്പർ, മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരുടെ പേര്, കാലാവധി തീരുന്നത് എപ്പോൾ. പൊതുമരാമത്ത് മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളുടെ കണ്ണാടിയായി ഈ ബോർഡുകൾ നമ്മുടെ മനസ്സിലുണ്ടാകും. അതുമാത്രമല്ല, ഒരു യുദ്ധകാലത്ത് സൈന്യാധിപൻ സംഘാംഗങ്ങളുമൊത്ത് യുദ്ധഭൂമിയിൽ നിൽക്കുന്നത് പോലെയല്ലേ ദേശീയപാത നിർമ്മാണ ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഇടപെടൽ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇതിനകം 3ഓളം പ്രാവശ്യം മന്ത്രിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി കഴിഞ്ഞിരിക്കുന്നു. വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടായ ഒരു മാറ്റമുണ്ടല്ലോ സർ. കോവിഡ് കാലത്തിന് ശേഷം സഞ്ചാരികളുടെ മനസ്സിൽ മാറ്റമുണ്ടായിരിക്കുന്നു. ചരിത്ര സ്മാരകങ്ങളെ ലക്ഷ്യമാക്കിയുള്ള യാത്രകൾക്ക് പകരം മനസ്സിന് ആനന്ദം നൽകുന്ന പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ സഞ്ചാരികൾ ഒഴുകി തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഒരു അനുഭവം പറയാം. നമ്മുടെ ഓണം നമ്മുടെ പൂക്കൾ എന്നൊരു പദ്ധതി ആവിഷ്കരിച്ചു. 50 ഏക്കറിലാണ് പൂപ്പാടങ്ങൾ വിരിഞ്ഞത്. ആ പൂപ്പാടങ്ങൾ കാണാൻ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും ആളുകൾ ഒഴുകിയെത്തി. സേവ് ദ ഡേറ്റും മറ്റാഘോഷങ്ങളും ആ പൂപ്പാടങ്ങളിൽ ഒരുക്കാൻ കഴിഞ്ഞു. അതുമാത്രമല്ല, വിദേശികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കോണ്ടിനെൻ്റൽ ഭക്ഷണം കഴിക്കാനല്ല, നമ്മുടെ നാട്ടിൻ്റെ തനത് രുചി അറിയാൻ വേണ്ടി വരുന്നു. ഉത്തരവാദിത്ത ടൂറിസത്തിൻ്റെ ഒരു പറുദീസയായി നമ്മുടെ നാട് മാറുന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങൾ കേരളത്തിൽ ഉണ്ടാകുമ്പോഴാണ് മാധ്യമങ്ങളുടെ സഹായത്തോടെ ഇടതുപക്ഷത്തെ ആക്രമിക്കാനുള്ള വലിയ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഞാൻ വായിച്ചൊരു പുസ്തകമുണ്ട്, ഡാറ്റ ലൈൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. കെ.ആ. ബീനയും ഗീതാ ബക്ഷിയും ചേർന്നെഴുതിയ പുസ്തകം. അതിൽ ആദ്യത്തെ ഒരു വ്യാജ വാർത്തയുടെ കഥ, ആ വ്യാജ വാർത്ത ഒരു കുമ്പസാരത്തിൻ്റെ കഥ കൂടിയാണ്. ആ കുമ്പസാരം നടത്തിയത്
മാധ്യമ കുലപതി എന്ന് പറയാവുന്ന ശ്രീ KM റോയിയാണ്. കട്ടപ്പനയിൽ വിവാഹത്തിനൊരുങ്ങുന്ന വധു അണലിപ്പാമ്പിന്റെ കടിയേറ്റ് മരിച്ചു എന്നാണ്. അന്ന് സ്ത്രീകൾ തലയിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിരുന്ന ഹെയർ ബൺ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. ആ ഹെയർ ബണ്ണിനകത്ത് അണലിപ്പാമ്പ് ഇരുന്നു എന്നും